ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ EVS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: തനു ആൻഡ് ഹിസ് ഫാദർ കെയിം ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ് ടു ബൈ ക്ലോത്ത്സ്. സമ്മർ സീസൺ ഈസ് കമ്മിങ്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ? അല്ലെ, അപ്പൊ തനു അച്ഛനും കൂടെ എന്ത് ചെയ്തു, ഡ്രസ്സ് വാങ്ങാൻ പോയേക്കുവാണ്. അപ്പൊ സമ്മർ സീസൺ ആണ്, വേനൽക്കാലമാണ്. അപ്പൊ വേനൽക്കാലത്ത് ധരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഏത് ടൈപ്പ് വസ്ത്രങ്ങളാണെന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഏതൊക്കെയാണെടാ? പരുത്തിയാണ് അല്ലെ, പരുത്തി അല്ലെങ്കിൽ എന്താണ്, കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ഏറ്റവും അല്ലെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏത് സീസണിലേക്ക്? നമ്മുടെ സമ്മർ സീസണിലേക്ക് അല്ലെ. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ആ റീസൺ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് യു വെയർ ഇൻ സമ്മർ സീസൺ. വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തേത് ഇതാ, നമ്മൾ കോട്ടൺ ഒക്കെ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഇതാണ്. എന്താണ്? ഈ സമ്മർ സീസണിൽ നമുക്ക് നല്ല വിയർപ്പായിരിക്കും അല്ലെ. അപ്പൊ ഈ ഈർപ്പത്തെ, ഈ മോയ്സ്ചറിനെ ഒക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല എന്തുണ്ടായിരിക്കണം? വായു സഞ്ചാരം ഉറപ്പ് വരുത്തണം. അതായത് ഇഴയ അകലം ഉണ്ടായിരിക്കണം. അതിന്റെ ഈ പറയുന്ന എന്താണ്, നൂലുകൾ തമ്മിൽ വ്യത്യാസം അല്ലെ, ഇഴകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് ദേ ഷുഡ് ബി ലൂസ് ഫിറ്റിംഗ് അല്ലെ, അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ലൈറ്റ് കളേർഡ് വസ്ത്രങ്ങളാണ് നമ്മൾ എപ്പോഴും ധരിക്കേണ്ടത്. ഇരുണ്ട വസ്ത്രങ്ങളൊന്നും ആ ഒരു ടൈമിൽ നമ്മൾ ധരിക്കരുത്. അത് ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം കേട്ടോ. 2-3 പോയിന്റുകൾ മക്കൾ എന്ത് എഴുതി കൊടുക്കണം, ഇവിടെ എഴുതി കൊടുക്കണം. തണുപ്പിനെ അതിജീവിക്കുന്നതിന് ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാടാ? നമ്മൾ കമ്പിളി ഉപയോഗിക്കാറുണ്ട് അല്ലെ, കമ്പിളി പുതപ്പ് ഉണ്ടാവാറുണ്ട്. നമുക്ക് കമ്പിളി കൊണ്ടുള്ള നമ്മുടെ സ്വെറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേടാ. അപ്പൊ ഇതാ വൂളൻ ക്ലോത്ത് അല്ലെ, നമുക്ക് ഇതാ ഇവിടെ എഴുതാം. അല്ലെങ്കിൽ വൂൾ ക്ലോത്തിങ് എന്നോ എന്ത് വേണമെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. അപ്പൊ വൂളാണ് അല്ലെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ചെമ്മരിയാടിന്റെ രോമമാണ്. സോ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ജോലികൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഇവിടെ ഇതാ കുറേ ജോലികൾ തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ 4 എണ്ണമാണ് എന്ത്, വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മലയാളം മിസ് ഇവിടെ എഴുതി തരാം. ഒന്ന് നമ്മുടെ കാർപ്പൻട്രി അല്ലെ, അതായത് നമ്മുടെ എന്താണ്, മരപ്പണിയാണ്. അതുപോലെ തന്നെ എന്താ ഇവിടെ നിങ്ങൾ കാണുന്നത്, ടൈലറിംഗ് നമ്മുടെ ആൻസർ അല്ല അല്ലെ. കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് നമ്മുടെ ആൻസർ ആണ്, അതായത് ഭിത്തി നിർമ്മാണമാണ്. ഭിത്തി എന്ന് എഴുതിയിട്ടുണ്ട് മിസ് ഇവിടെ. നെക്സ്റ്റ് ഇതാ കൺസ്ട്രക്ടിങ് ബേസ്മെന്റ് ഉണ്ട് അല്ലെ, നമ്മുടെ തര നിർമ്മാണം നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് പറയാം. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് കണ്ടോ, നിങ്ങൾക്ക് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, തേപ്പ് പണി ഇല്ലേടാ, അതും എന്താണ്, വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം, വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എവിടെ, ഇതാ നോക്കട്ടെ മിസ് നോക്കട്ടെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം സ്കൂൾ? അല്ലെ, സ്കൂൾ എന്താണ്, ഒരു പൊതു എന്താണ്, സ്ഥാപനമാണ്. അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്നത് എവിടുന്നാണ്? ദാ ഈ പറയുന്ന നമ്മളുടെ വിദ്യാലയത്തിൽ നിന്നാണ് അല്ലെ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഫോർ ഓൾ അല്ലെ. അതൊരു എന്താണ്, ഈ പറയുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം അല്ലെങ്കിൽ ഒരു ഗുണം തന്നെയാണ് അല്ലെ, ഒരു സൗകര്യമാണ്. ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കിട്ടാറുണ്ട്, സ്കോളർഷിപ്പുകൾ അല്ലെ നമുക്ക് എന്താണ് കിട്ടാറുണ്ട്, മിഡ് ഡേ മീൽ നമ്മുടെ ഉച്ചഭക്ഷണം കിട്ടാറുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന എന്താണ്, സേവനങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഉത്തരമായിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഇതാ അവിടെ ബാക്കിയുണ്ടായിരുന്നു. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ മണി ട്രാൻസാക്ഷൻ അല്ലെ. മണി ട്രാൻസാക്ഷൻ, പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് നേരെ നമ്മൾ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. പൊതുസ്ഥാപനം ഏതാ? പോലീസ് സ്റ്റേഷൻ അല്ല, വായനശാലയല്ല അല്ലെ, ആശുപത്രി അല്ല, പിന്നെ ഏതാണ്, ദാ ബാങ്കാണ് ഉത്തരം അല്ലെ. ഇപ്പൊ ബാങ്കിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്കോളർഷിപ്പ് എക്സാമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇതാ ഒരു സ്കോളർഷിപ്പ് എഴുതാൻ പോവാണ്. ഈ വർഷമല്ല, അടുത്ത വർഷം നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4ാം ക്ലാസ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള നമ്മുടെ പ്രാണ ബാച്ച് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പ്രാണ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ മാക്സിമം ജോയിൻ ചെയ്യുക. എജു ഫസ്റ്റ് ഓഫർ നടക്കുവാണ്. 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ആ ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാനിൽ വേണമെങ്കിലും, നമുക്കറിയാം 2 പ്ലാൻ ഉണ്ട് അല്ലെ. ഒന്നെന്താണ് നമ്മുടെ ബേസ് പ്ലാൻ ആണ്, മറ്റൊന്ന് ഇൻഫിനിറ്റി പ്ലാൻ ആണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, അതിന്റെ നോട്ട്സ് ആയിക്കോട്ടെ,
ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അല്ലെ, ടെസ്റ്റ് പേപ്പറുകൾ ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അതിന്റെ ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതാ നമ്മുടെ ബേസ് പ്ലാനിൽ നമുക്ക് സെറ്റ് ആണ്. ഇനി അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ എന്താ നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ പേൾ വീഡിയോസ്, അതായത് ഓൾറെഡി ഒരു ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ആഴത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് അല്ലാതെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. നിങ്ങൾക്കത് എന്താണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് എക്സാമിനൊക്കെ അത്രയ്ക്ക് ബെനിഫിറ്റ് ആയിരിക്കും. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾക്ക് ആക്സസ് കിട്ടും നമ്മുടെ ഇൻഫിനിറ്റിയിൽ ജോയിൻ ചെയ്താൽ. കൂട്ടത്തിൽ എന്താണ് ഇനി വരാൻ പോകുന്ന കുറെ ബാച്ചുകൾ ഇനിയും നമ്മൾ തുടങ്ങും അല്ലെ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് കിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ. അപ്പൊ ഇത് രണ്ടും എന്താണ് നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് തോന്നുന്നുവോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരന്റ്സുമായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. അവർക്കാണ് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തുകൊണ്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാർച്ച് 20 ഉള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന 5 ആളുകൾക്ക് ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എജ്യൂ ഫസ്റ്റ് ഓഫറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ മക്കളെ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം മിക്കവാറും കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ EVS എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കണം, നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് എഴുതണം. നമ്മുടെ ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, മിസ്സാക്കാതെ നിങ്ങൾ എല്ലാവരും കൃത്യം 7:30 നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോരുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കടാ. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.